നമസ്കാരം. ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് കേരള വിഷൻ പ്രേക്ഷകരേവരെയും തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡ് ഞങ്ങൾ തുടങ്ങുന്നത് നല്ല ഒരു അസോസിയേഷൻ എന്നാണ്. ഈ അസോസിയേഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബിക്കോസ് നമ്മളൊരു അസോസിയേഷൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു സംഘടന തുടങ്ങുന്നു, അത് എത്രത്തോളം പ്രവർത്തിക്കുന്നു, എത്രത്തോളം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അദ്ദേഹത്തിനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ഇതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് കടന്ന 21 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സമയം മൊത്തം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രസിഡൻ്റായിട്ട് നിന്നുകൊണ്ട് വരികയാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഹി ഈസ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ടി നസ്രുദ്ദീൻ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. പൊതുവേ നമുക്ക് ഇൻട്രൊഡക്ഷൻ ചിലരെ കുറിച്ച് ഞാൻ ഒത്തിരി നേരം കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷന് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവിടെ നിർത്തി. സാറിനെ കുറിച്ചും സാറിൻ്റെ ജീവിതത്തിനെ കുറിച്ചും സാറിൻ്റെ ഈ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് ഈ 21 വർഷം ഈ യാത്രയെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒട്ടേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സാറിൻ്റെ ചെറുപ്പം മുതൽ നമുക്ക് തുടങ്ങാം. സാർ ജനിച്ച സ്ഥലം, സാറിൻ്റെ അച്ഛൻ എന്തായിരുന്നു എന്ന് മുതൽ നമുക്ക് തുടങ്ങാം. കോഴിക്കോട് പഴയ തുണിക്കച്ചവട സമുദായത്തിൽപ്പെട്ട ഒരു കച്ചവടക്കാരൻ്റെ മകനായി, ടി കെ മുഹമ്മദ് എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ്റെ മകനായി കോഴിക്കോട് 1944 ജനിച്ചു. ഡിസംബർ മാസം 25-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. ഡിസംബർ 25, ക്രിസ്മസ് ഡേ. വാജ്പേയിയുടെ ജന്മദിനം, ജിന്നാ സാഹിബിന്റെ ജന്മദിനം. വളരെ പ്രശസ്തി നേടിയ വ്യക്തികൾ ജനിച്ച ദിവസത്തിലാണ് നിങ്ങൾ ജനിക്കുന്നത്. ആ സമയത്ത് വൈകുന്നേരം 6 മണിക്കാണ് കോഴിക്കോട് കൂടാരപ്പുരയിൽ ഞാൻ ജനിച്ചത്. ഏട്ടനഞ്ചന്മാരായിട്ട് 9 പേരുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അച്ഛനും അമ്മയും പഠിച്ചിട്ടില്ലായിരുന്നു, തുണിക്കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് മിഠായി തെരുവിൽ തുണിക്കച്ചവടം ആദ്യമായി സ്ഥാപിച്ച് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ യൂസുഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ടി കെ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ 6ാമത്തെ മകനാണ് ഞാൻ. മിഠായി തെരുവിൽ കൂടി നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ വരട്ടെ. 1966 കല്യാണം കഴിച്ചാണ്ട് 66 അത് മുഴുവനും പുസ്തക രൂപത്തിൽ അച്ചടിച്ചിട്ട് കേരളത്തിൽ മുഴുവൻ വിതരണം ചെയ്തിട്ടുണ്ട്. സ്വന്തം ജീവിതം, എന്റെ കഥ സമിതിയുടേതോ. 1970 മുതൽ തന്നെ വ്യാപാര രംഗത്ത് ഒരു സംഘടനയുടെ അഭാവം തെളിച്ചു കണ്ട കാലത്ത് ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കണമെന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ. 1976 കാലഘട്ടമായപ്പോൾ കോഴിക്കോട്ടെ പരമ്പരാഗതമായ തുണിക്കച്ചവടത്തിന്റെ സംഘടനയുടെ പ്രസിഡന്റായി. 78 തൃശ്ശൂരിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റോടൊപ്പം വ്യാപാരി വ്യവസായികൾക്ക് കേരള വ്യാപകമായ ഒരു സംഘടന വേണം എന്ന് പറഞ്ഞപ്പോൾ ആ സംഘടനയിലേക്ക് ആകൃഷ്ടനായിട്ട് ഇറങ്ങി തിരിച്ച് കോഴിക്കോട് നഗരത്തിൽ തുണിക്കച്ചവട ഫാമിലികളിൽ 10-22 തുണിഷാപ്പുകൾ ഞങ്ങൾ ഏട്ടഞ്ചന്മാരുടെ മക്കളാണ്. പക്ഷെ ഞാൻ മാത്രം ഈ വ്യാപാര രംഗത്ത് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് മാറി വന്നു. സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയാൽ 30,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വെച്ചാൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊഴിൽ കൊടുക്കുന്നത് 50 ലക്ഷം വ്യാപാരി ആളുകൾക്ക്. 50 ലക്ഷം. ഞങ്ങളെ പ്രസ്ഥാനം കേരളത്തില്ലായിരുന്നുവെങ്കിൽ ആളുകളെ മുക്കിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമായിരുന്നു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കൂടാതെ ജീവിച്ചു പോരുന്നത് ഞങ്ങൾ ഈ മേഖലയിൽ ശക്തിയായി നിലനിൽക്കുന്നുണ്ട്. ഉണ്ടായിട്ടുള്ള സൗഭാഗ്യങ്ങൾ 80%. ഇനി ലഭിക്കാനുള്ള സൗഭാഗ്യങ്ങൾ 10-20% ഇനി ബാക്കി കിടക്കുക. ഇന്ന് കേരളത്തിലെ കച്ചവടക്കാര് കച്ചവടം ചെയ്യുന്ന റോട്ടുമലയാണ്. കേരളത്തിലെ റോഡ് വികസനം ഇന്നൊരു വലിയ അജണ്ടയാണ്. ഈ റോഡ് വികസനം വരുമ്പോൾ കേരളത്തിൽ 50,000 കടകൾ ഒഴിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഒഴിപ്പിക്കപ്പെടുന്നവന് ഒരു ജോലി സ്ഥലത്ത് ജോലിയെടുത്ത ഒരു തൊഴിലാളി 5-10 കൊല്ലം കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകുമ്പോൾ അവന് 1000, 10,000, 20,000 കൊടുക്കുന്ന ഈ രാജ്യത്ത്, തൊഴിൽ നിയമങ്ങൾ ശക്തിയുള്ള ഈ രാജ്യത്ത് പാവപ്പെട്ട കച്ചവടക്കാരൻ 10-50 കൊല്ലമായിട്ട് കച്ചവടം ചെയ്യുന്ന പീഡിയയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു നയാ പൈസ കൊടുക്കുന്നില്ല. അതിനെതിരായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞങ്ങൾ കേരള വ്യാപകമായി ഒരു ഹർത്താൽ ആചരിച്ച് പ്രകടനം നടത്തി. ഗവൺമെന്റ് ഞെട്ടിപ്പോയി. അച്യുതാനന്ദ അടക്കമുള്ളവർ പറഞ്ഞു ഇത്ര കൂടുതൽ വലിയ രീതിയിൽ റോഡ് വേണ്ട, റോഡിന്റെ ഉയരം 30 മീറ്റർ മതി.
എന്ന് പറയിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനം ശക്തമായി. ഇപ്രാവശ്യം UDF-ന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെ കടവയ്പ്പിക്കപ്പെടുന്ന 50 ലക്ഷം കച്ചവടക്കാരനെ പുനരധിവാസം കൊടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഒഴിപ്പിക്കൂ എന്ന് നിയമം മൂലം നേടിയെടുത്ത് ഞങ്ങള്